എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. പലവിധത്തിലുള്ള സംശയങ്ങളുള്ളവരാണ് നമ്മൾ. അറിയാൻ ആഗ്രഹമുള്ളവർക്കും കൂടുതൽ വായിക്കുന്നവർക്കുമാണ് സാധാരണ സംശയങ്ങൾ ഉണ്ടാകുന്നത്. അറിവ് വർദ്ധിക്കുമ്പോൾ സന്തോഷം പ്രദാനം ചെയ്യുന്ന സംശയങ്ങളുണ്ട്, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന സംശയങ്ങളുണ്ട്, ഭയമുളവാക്കുന്ന സംശയങ്ങളുണ്ട്, വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സംശയങ്ങളുണ്ട്, വിശ്വാസം ഉറപ്പിക്കുന്ന സംശയങ്ങളുമുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ സംശയം മരിച്ച ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റെന്ന് അറിയുമ്പോൾ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള സംശയമാണ്. മഗ്ദലനക്കാരി മറിയ ഞായറാഴ്ച അതിരാവിലെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. പക്ഷേ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് അവൾ വിശ്വസിച്ചില്ല. അവൾ ഓടിച്ചെന്ന് പത്രോസിനോടും യോഹന്നാനോടും വിവരമറിയിച്ചു. അവർ ഓടി വന്ന് കല്ലറയ്ക്കുള്ളിൽ കയറി നോക്കി മടങ്ങിപ്പോയി. പക്ഷേ മറിയ അവിടെ തന്നെ നിന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവളുടെ പിന്നിൽ വന്നു നിന്നു. എന്നിട്ടും അത് കർത്താവായിരിക്കും എന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അത് തോട്ടക്കാരനെന്ന് അവൾ കരുതി. നീ കരയുന്നതെന്ത്? നീ ആരെ തിരയുന്നു എന്ന് നമ്മുടെ കർത്താവ് ചോദിച്ചപ്പോഴും തോട്ടക്കാരനെന്ന് വിചാരിച്ചിട്ട്, യജമാനനെ, നീ അവനെ എടുത്ത് കൊണ്ടുപോയി എങ്കിൽ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. ഉടനെ കർത്താവ് അവളെ പേർ ചൊല്ലി വിളിച്ചു. അങ്ങനെ അവളുടെ സംശയം തീർക്കുന്നതായി നാം കാണുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായിക്ക് ആണിപ്പഴുതുള്ള കൈകളും കുന്തമുറിവേറ്റ വിലാപ്പുറവും കണ്ടെങ്കിലേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ വിശ്വസിക്കുകയുള്ളൂ എന്ന നിർബന്ധമായിരുന്നു. അവന്റെ സംശയം തീർക്കാൻ കർത്താവ് നേരിട്ട് വന്ന് അവന്റെ കാണിപ്പഴുതുള്ള കൈകളിൽ മുറിവേറ്റ വിലാപ്പുറവും കാണിച്ചു കൊടുത്ത് അവന്റെ സംശയവും മാറ്റി. ഇതുപോലെയുള്ള മറ്റൊരു സംഭവമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ. ഇങ്ങനെ ശിഷ്യന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. യേശു അവരോട്, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുകയും എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. കർത്താവിൻ്റെ ഉയർപ്പിന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അവരുടെ സംശയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കർത്താവിന് കഴിഞ്ഞു. അത് നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് കർത്താവിന് വേണ്ടി ഏത് പീഡനങ്ങൾ സഹിക്കുവാനും കർത്താവിന് വേണ്ടി മരിക്കുവാനും ശിഷ്യന്മാർ എല്ലാവരും തയ്യാറായത്. ആ വലിയ വിശ്വാസ സ്ഥിരതയിലാണ് ഇന്ന് സഭ പണിതിരിക്കുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ സുവിശേഷവും വ്യർത്ഥമെന്ന് പൗലോസ്ലീഹ ഉറക്കെ പ്രഖ്യാപിച്ചത് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് സംശയമില്ലാതെ വിശ്വസിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞുള്ള ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള നമസ്കാരത്തിൽ നാം ഉറക്കെ പാടുന്നു, സീമാവാഹി പരാക്രമിയെ കബറുൾ ദ്രോഹികൾ പൊട്ടിയിട്ടും ഇടിവാൾ പോലെ പുറത്തായി തൻ മുദ്രയ്ക്കില്ലാതൊരു കേടും എന്ന് നമ്മളും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സംശയങ്ങളുടെ സംശയം എന്ന് പറയാവുന്ന ഒരു സംശയമായിരുന്നു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മനുഷ്യരുടെ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നടന്ന് അവരുടെ സംശയങ്ങൾ പൂർണ്ണമായി ദൂരീകരിച്ചു എന്ന സത്യം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നമുക്കും കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.